ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തിട്ടാണെങ്കിൽ വരൂ ഇതല്ല ഞാൻ വന്നുട്ടോ ഗൈസ്. അപ്പം ഇത് ഉണ്ടാക്കിയതാണ് റെഡ് കളർ പേപ്പർ കൊണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ റെഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ ക്യാൻഡീസ് കാണും. പക്ഷേ ആക്ച്വലി ക്യാൻഡീസ് അല്ല കേട്ടോ, കുറേ പേപ്പറുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണ പോലെ കാണാം. ഞാൻ ഒരെണ്ണം ഇപ്പം ഞാൻ ഇതാ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനല്ല ചെയ്തത്, ബിക്കോസ് എൻ്റെ ഫ്രണ്ടിൻ്റെ കാണിച്ചു തന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് കട്ടുണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ തൊടുമ്പോൾ ഇതിനുള്ളിൽ കട്ടുണ്ട് കണ്ടോ, കീറിയെടുക്കണം. അപ്പം അതിനുള്ളിൽ എന്തിട്ട് ഇത് ലെറ്ററിൽ എന്തെങ്കിലും എഴുതി വെക്കും. അപ്പോൾ നമ്മൾ അത് എന്തിട്ട് പറയണം അത് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഗെയിംസ് കാണിച്ചു തരും, അല്ലെങ്കിൽ ചാലഞ്ചസ് ലൈക്ക് നമ്മൾ വേറെ ആളെ തല്ല അങ്ങനെ. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കട്ടെ. ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കും. നമുക്ക് ഇതിനാവശ്യമുള്ളത് റെഡ് പേപ്പർ, പിന്നെ ഒരു വൈറ്റ് സ്ട്രിങ് പോലത്തെ എന്തെങ്കിലും പോലത്തെ ഇങ്ങനെ. അപ്പം അതിൻ്റെ മുകളിൽ കട്ട് ചെയ്യുന്നതാണ്. കട്ട് ചെയ്ത് ഇങ്ങനെ വളമായിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഇനി വേണ്ടത് അതിന് സിസറാണ്. പിന്നെ വേണ്ടത് ഗ്ലൂ ആണ്. ഈ 5 സാധനം നമുക്ക് ആവശ്യമുണ്ട്. പേന, ഗ്ലൂ, സിസർ, സ്ട്രിങ്, പിന്നെ ഇതിൻ്റെ ഇത്രയ്ക്കും വന്നത് വേണം. അത് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണം. ഞാൻ ഇപ്പോഴെങ്കിൽ ഓർമ്മ വന്നാൽ വീഡിയോ എടുക്കണമല്ലോ എന്ന്. ഈ സ്ട്രിങ് ആണ് കേട്ടോ. ഇത് നമ്മൾ എന്തെങ്കിലും കുഞ്ഞിതായിട്ടോ നമുക്ക് ഹാഫായിട്ടും കട്ട് ചെയ്യാം, എന്തെങ്കിലും എഴുതാം. അപ്പം ഞാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടാക്കി, ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞു, അതിനെ കട്ട് ചെയ്യണം. ഞാൻ എടുക്കുക, എല്ലാവരും താഴോട്ടേക്ക് വരട്ടെ. എല്ലാവരും താഴോട്ടേക്ക് തിരക്കരുത്. ഞാൻ ഉണ്ടാക്കി ഇനി കട്ട് ചെയ്യണം. അപ്പം വീഡിയോ വിളിക്കാനായിട്ട് ഞാൻ ഒരാളെ വിളിക്കട്ടെ. ഇനി കുട്ടാ. ഓക്കെ, ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ ഏതെടുക്കണ്ട. ഓക്കെ, നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. തുറക്കണമെന്നും അല്ല, പക്ഷെ അത്ര വലുതായി ഇത്ര ഗ്ലൂവിൻ്റെ സൈസ് എടുക്കണ എത്ര മതി കേട്ടോ. നമുക്ക് എല്ലാം ചെയ്തെടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ചെയ്യണോ വേണ്ടെന്നുള്ളത്. എന്നാ അത്ര ശരിയായിട്ടൊന്നുമില്ല. ഞാൻ എന്തായാലും ഇതുപോലെ എടുക്കുന്നില്ല. ഞാൻ 2 എണ്ണം ചെയ്യുന്നുള്ളൂ. ഇതും കൂടി ചെയ്തേക്കാം. ഇത് അറിഞ്ഞോടയിൽ എന്നിട്ട് എഴുതിയേക്കണമെന്ന് പോലും ഞാൻ തന്നെ എഴുതിയാലും എനിക്ക് അറിഞ്ഞോടാം. ഇതിങ്ങനെ അല്ലെങ്കിൽ വൃത്തിയായിട്ട് പോയി പോലെ. ബിക്കോസ് ഇതല്ല വൈറ്റ് പേപ്പറാണ്, കളർഫുൾ പേപ്പർ ആണെങ്കിൽ പിന്നെ രസം ഉണ്ടാവും. സിസർ പോട്ടെ. ഞാൻ ഇതിനുള്ളിൽ തിരിച്ചെടുത്ത് നോക്കട്ടെ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് വരിക. കുറച്ചും കൂടി എടുക്കട്ടെ. ഞാൻ അല്ല അതൊരു പക്ഷേ ഈ 2 മാത്രം പോകുന്നില്ല. കാണിച്ചു തരാം. ഈ 2 മാത്രം പോകുന്നില്ല. ഇത് വേണ്ട ഗൈസ്, അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ട് വരണ്ടല്ലേ. അങ്ങനെ ഇതിനുള്ളിൽ എടുത്ത് വെക്കണേ. ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനുള്ളിൽ
ആവശ്യമുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മളിങ്ങനെ റോൾ ചെയ്താൽ മതി. എഴുതിയത് റോൾ ചെയ്യുക. പിന്നെ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സൈസ് ഇങ്ങനെ സിഗ്സാഗ് പോലെ ഇങ്ങനെ മടക്കി മടക്കിയിട്ട് പിന്നെ അത് ഓരോന്നോരോന്ന് ഇങ്ങനെ ആ ഭാഗത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക. മടക്കി ആയി. ക്യാമറ പിടിക്കും. ഓക്കെ, കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വെയിറ്റടാ, ഞാൻ ഇതിൽ ഏതെങ്കിലും എഴുതണമെന്നൊക്കെ ഇത് പക്ഷെ ചെറുതായിരിക്കണം. ഞാൻ ചെറിയ പേപ്പർ വലിയ സ്ട്രിങ് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഞാനിതിൽ ഒരു ഹേർട്ട് വരച്ച. പിന്നെ ഞാൻ പറഞ്ഞ ഇങ്ങനെ നമുക്ക് മടക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയാലും മതി, കുഴപ്പമില്ല. ഞാനിങ്ങനെയാണ് മടക്കണേ. വലുതാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാകും. ഞാൻ ഈ സൈഡ് കണ്ടോ, ഇവിടെ നമുക്ക് എന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ കൊടുക്കണ്ട, ഗ്ലൂ തീർന്നിട്ടാണ്. അപ്പോൾ ഈ സൈഡ് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ ജസ്റ്റ് കവർ ചെയ്യുക. എന്നിട്ട് തൊട്ടിക്കണേക്കാട്ടി മുമ്പ് നമ്മൾ എന്തിട്ട് പേപ്പർ എഴുതിയ അത് നമുക്ക് മടക്കണമെങ്കിൽ മടക്കാം, അല്ലെങ്കിൽ ചുരുട്ടാട്ടോ, റോൾ ചെയ്യാം. ഞാനത് ആ ഗ്ലൂവിന് കൊള്ളാണ്ട് അപ്പുറത്തെ സൈഡിലോട്ടേക്ക് നൈസായിട്ട് മാറ്റി. എന്നിട്ട് ആ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ കുറേ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഇത്ര ചെയ്തെടുത്ത പേപ്പർ കൊണ്ട്. ഓക്കെ, ഞാനിത് അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കാൻ പോകുകയാണെങ്കിൽ അത് ഓൾറെഡി കുറേ ഉണ്ട് കേട്ടോ. ഞാനിതിലും ഒരു വെച്ച് പിന്നെ കുറച്ച് പിക്ചേഴ്സ് വരച്ച് ഞാൻ കണ്ടതിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടെന്ന് ഗൈസ്. ഇപ്പം ഞാൻ ഒരെണ്ണം പൊട്ടിക്കാൻ പോവാണ്. ഞാൻ ഇതെന്നെ പൊട്ടിക്കും. ഇതെന്താ ഫാക്റ്റ് പോലെ ഇരിക്കുകയാണ്. ഞാനിത് ഇവിടെ നിന്ന് മുറിക്കണമെങ്കിൽ മുറിച്ചോട്ടെ, ഞാൻ തയ്യാറാകുക. അല്ലെങ്കിൽ ആ ഭാഗം കൂടി കയറിപ്പോകണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പാടാട്ടെങ്കിൽ വലിയൊരു റോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. നോക്കട്ടെ, എനിക്ക് എഴുതിയേക്കണം. നിങ്ങളെന്നെ വായിച്ചോളൂ. I am going to India, game like airport. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗെയിമാണ് ഞങ്ങൾ കളിക്കണം. ഞാൻ കളിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേത് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിച്ചോ. I am going to India. Sorry guys. I am going to India, game like airport. I am going to India, game like airport എന്നാണ് ഇതിൽ എഴുതി വെക്കുന്നത്. കളിക്കിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൽ കുറേ ഇഷ്ടമുണ്ട്. ഇതും ഞാൻ തന്നെ ചെയ്തതാണ്. ഇത് ഇത്രയ്ക്ക് വലിയ പേപ്പർ ഞാൻ ഈ ചെറിയ സാധനമാണ് ഇത് ചുരുട്ടി വെച്ചേക്കണ്. എനിക്ക് ആ സമയത്തേക്ക് പിടിക്കില്ല. ഞാനിങ്ങനെ മടക്കി വലിയ പേപ്പറെ കളഞ്ഞു. ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കായിരുന്നു. ഞങ്ങൾ കളിക്കേണ്ട ഗെയിം ഇതാണ്. അപ്പോൾ ചാലഞ്ച് കളിക്കുന്ന കൊള്ളാം. ഇതെടുക്കാൻ പോവാണ്. അറിഞ്ഞുകൂടെയിൽ എന്തിട്ട് എഴുതി വെക്കുന്നത് എന്ന് ഇത് കീറി കത്രിക കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് അത് അറിയാൻ പറ്റത്തില്ല അതെവിടെയാണെന്ന്. ഇതാണ്, ഞാൻ നോക്കട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ വായിച്ചോട്ടോ. അതിൻ്റെ അർത്ഥം ഇവനെ അടിക്കണം എന്നാ. എനിക്ക് തിരിച്ചടി കിട്ടി. ഓക്കെ, എനിക്കിത് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടോ ക്യാൻഡി ഗെയിം. 2 ഇത്രയ്ക്ക് തന്നെ ഉണ്ട്. ബാക്കി നമുക്ക് ഇത് വേണമെങ്കിൽ
ഒട്ടിച്ചിങ്ങനെ വെക്കാം കേട്ടോ. ഇത്രയ്ക്കും ഗെയിമിൽ ഉണ്ടാക്കി. ഓക്കെ, അവൾ നാട്ടിൽ പോകുന്നുണ്ട്. 28 ജൂലൈ 2024 28 ഇന്ന് 5-ാം തീയതിയാണ്, തേഴ്സ്ഡേ. ഇനി എത്ര ഡേയ്സ് നോക്കട്ടെ. 1 2 3 4 5 19 20 21 22 23 ഡേയ്സ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഇവൻ്റെ ഒരു സ്കൂളിൻ്റെ സബ്ജക്റ്റിൻ്റെ പേപ്പർ കീഴെടുത്തതാണ്. എന്നിട്ട് 4 ലൈനാണ്. അപ്പോൾ ഞാൻ അതിൽ ഇങ്ങനെ ജൂലൈ 2024 ഇങ്ങനെ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വേഗം ഇടുന്നതാണ് കേട്ടോ. അവിടെ ഇത് ഞാൻ ക്ലേ ആണ് കേട്ടോ. ഞാനത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചപ്പാത്തി ആവില്ല, ഇതുപോലെ ചെയ്ത പോലെ ആവുന്ന ചെയ്തതാണ്. പക്ഷേ ക്ലേ കട്ട പിടിച്ച പീസ്. എന്താ ഞാൻ ഒരെണ്ണത്തിൽ ഓർബീസ് എൻ്റെ ഓർബീസ് കാണിച്ചു തരാം. എൻ്റെ ബുക്കൊക്കെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഓർബീസിൽ ചെസ്സിൻ്റെ ഒരു സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആണോ, എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടപ്പെട്ടോ. ഞാൻ എല്ലാതും പൊട്ടിച്ചോടെ കേട്ടത്. വെള്ളം ഇല്ലേ, വെള്ളമൊക്കെ വറ്റി പൊട്ടിച്ചു. ഞാൻ കുറേ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെസ്സിൻ്റെ ലൂഡോടെയും കിട്ടി. വീണ്ടും ഒരു ലൂഡോടെ ശരിക്കും ഇതിലിട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പാടാട്ടോ. പക്ഷേ ഇതിൽ ഒരു കളറുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് പീച്ച് പോലത്തെ ഒരു കളറാണ്. ഇതൊക്കെ ട്രാൻസ്പെറൻറ്റ് കളർ. പക്ഷെ ആ വീഡിയോയിൽ കണ്ട പോലെ അത് ട്രാൻസ്പെറൻ്റ് അല്ല, അത് പീച്ചാണ്. എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഓടിയിട്ട് ഒരാൾക്ക് വിചാരിച്ച് ഹോം ടൂർ ചെയ്യാൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. എനിക്ക് ഒട്ടത്ത് ഗൈസ് എനിക്കിഷ്ടമല്ല. ഇപ്പം ഇതിൽ എടുത്താക്കട്ടെ. ഇത് ഗൈസ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. വെയിറ്റ് ചെയ്യാം. എത്ര റഫ് ബുക്കുകൾ. ഇതൊരു കീയുടെ ഷേപ്പിൽ എൻ്റെ കീ ചെയിൻ്റെ മോൾ ഭാഗത്ത് ഉണ്ടായിരുന്ന സാധനമാണ്. ഇത് സ്റ്റീൽ കണ്ട. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ക്ലേ ഇട്ട് അങ്ങനെ വെച്ച് ലോക്ക് പോലെ വെച്ചിട്ടുണ്ട്. കീയുണ്ട്, പക്ഷെ വർക്കാകത്തില്ല, അത് മാത്രം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം കേട്ടോ. സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. ഇതാണോ ഇതിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് റെഡ് ഹാർട്ട്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് ഇട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കേൾക്കുള്ളൂ കേട്ടോ. ഞാൻ ലാസ്റ്റ് തന്നെ പറഞ്ഞു. എബിസിൽ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. കാർഡ്ബോർഡിൽ സ്പ്രേ പെയിൻറ്റ്, വൈറ്റ് കളർ സ്പ്രേ പെയിൻറ്റ് അടിച്ചിട്ട് കുത്തി ഉണ്ടാക്കിയ ഞാനൊരു വീഡിയോയിലുണ്ട്. അതുപോലെ സക്സസ്ഫുള്ളി ആയി. പിന്നെ ഒരു സ്കെച്ച്, ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. സ്കെച്ച് എനിക്കെന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തെറിപ്പിച്ച് എൻ്റെ ഇങ്ക് സ്പ്രെഡ് ആവും കേട്ടോ. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതിൽ കൂടെ ഇത് കയറിയത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാത്തതാണ് ഇതൊക്കെ. അതാണ് ഇങ്ങനെ ഇത് പൊട്ടിക്കാട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്യും, ആരെങ്കിലും യൂസ് ചെയ്ത് അറിയാൻ പറ്റും. ഞാൻ ഉണ്ടാക്കിയതാണത്. ചിലവ ഔട്ട്ലൈനൊക്കെ കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട, ഇതാണോ അതാണോ ഇപ്പോൾ ഞാൻ വെച്ചതാണോ? അത് നമ്മളിങ്ങനെ സ്പ്രേ പെയിൻറ്റ് കൊടുക്കണം. ഇതിൽ നമുക്ക് ഗെയിമും ചാലഞ്ചസും സെലക്ട് ചെയ്യാൻ. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയ്ക്ക് ആക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് ലോങ് വീഡിയോ ആകും. പിന്നെ കുറച്ച് കുട്ടികൾക്കൊക്കെ മടിയാവും. അതുകൊണ്ട് ബൈ.